പരസ്യമൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ ആ പരസ്യമൊന്നും കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിക്കലില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയിലെ പരസ്യം കാസ്റ്റിംഗ് കോൾ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും സിനിമയിൽ അഭിനയിക്കാനും ആവൂല, സിനിമ കിട്ടാനും സാധ്യതയില്ല, അതിൻ്റെ മനോഭാവത്തിലല്ലേ. അപ്പോൾ ഉണ്ണിരാജ് എന്തായാലും ഇതിൽ ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ കാസ്റ്റിംഗ് കോൾ വിളിച്ചു. അത് എൻ്റെ വീടിൻ്റെ അടുത്താണ്, ചെറുത്തൂർ കണ്ണങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോയി രാജേഷ് മാധവ് ഉണ്ടായിരുന്നു, നമ്മളെ അതിലുണ്ടായ രാകേഷ് ഉഷാർ, അതുപോലെ തന്നെ ഒരു ഗോകുലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 3-4 പേര് ഇരുന്നാണ് നമ്മളെ കാസ്റ്റിങ്ങിന് വേണ്ടി ചില തന്നത്. അവരത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ 2-3 തവണ വിളിച്ചു. അവസാനം ആ വീട്ടിൻ്റെ ഒരു നമ്മുടെ ചുമരിന് നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് പോയിക്കോ, ആവശ്യമുള്ള വിളിക്കുന്നത്. നമ്മളെ പണിയായി അങ്ങ് പോയി. പിന്നെ വിളിയൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ച്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് വിളി വന്നത്. സിനിമയിൽ എടുത്തൊന്നും പറയുന്നില്ല, ഒരു പ്രീ ഷൂട്ടുണ്ട്, അതിന് വരണം എന്ന് പറഞ്ഞു. പ്രീ ഷൂട്ട് ഒക്കെ ആണെങ്കിൽ മാത്രമേ സിനിമയിലേക്ക് ഉള്ളൂ. അങ്ങനെ പ്രീ ഷൂട്ടിന് പോയപ്പോൾ തന്നെ ആദ്യം തന്നെ ഈ റോളിന് വേണ്ടിയിട്ടല്ല, ജഡ്ജിയുടെ റോളിന് വേണ്ടിയിട്ടല്ല എന്നെ ശരിക്കും പറഞ്ഞാൽ അവർ കാസ്റ്റ് ചെയ്തത്. ഏത് റോളിനായിരുന്നു? അതേതാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഈ ഇതെല്ലാം കണ്ടതിന് ശേഷം ഈ റോളിലേക്ക് എടുക്കാമെന്ന് ധാരണയുണ്ടാക്കി. അങ്ങനെ ഈ നാത്താൻ കേസ് കൊണ്ടൊരു ജഡ്ജിയായി.